നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇത് 10 വർഷത്തിനിടയിൽ രണ്ടാം തവണയാണ് ഷൈൻ അറസ്റ്റിലാകുന്നത്. മുൻപ് കേരളത്തിലെ തന്നെ ആദ്യ കൊക്കൈൻ കേസിൽ ഷൈനെ അറസ്റ്റ് ചെയ്തെങ്കിലും ആ കോടതിയിലെ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞൊരു ഉത്തരവിൽ ഷൈൻ കുറ്റവിമുക്തനാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ കുറ്റവിമുക്തനാക്കിയ ഉത്തരവിറങ്ങി ഏതാണ്ട് ആഴ്ചകൾ പിന്നിടുമ്പോൾ മറ്റൊരു ലഹരി കേസിൽ NDPS കേസിൽ ഷൈൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികളിൽ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് അടക്കം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. കാരണം മുമ്പ് ഒരു കൊക്കൈൻ കേസിൽ സംഭവിച്ച വീഴ്ച, നാണക്കെട്ട വീഴ്ച, ഷൈന് ഊരിപ്പോകാൻ അല്ലെങ്കിൽ കുറ്റമുക്തനാക്കപ്പെടാൻ കാരണമായ വലിയ വീഴ്ചകൾ കോടതി എണ്ണി പറഞ്ഞൊരു ഉത്തരവ് പോലീസിന്റെ മുന്നിലുണ്ട്. പോലീസ് സേനയ്ക്ക് തന്നെ ആഭ്യന്തര വകുപ്പിനാകെ അപമാനമായ ഒരു ഉത്തരവ് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിലേക്ക്, പരിശോധനകളിലേക്ക് നടക്കും. അതിന് പോലീസിന് നിലവിൽ തടസ്സങ്ങളില്ല. ഷൈന്റെ മുടിയും നഖവും ഒക്കെ പരിശോധിക്കും. ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ ആ പരിശോധന മതിയാകുമെന്ന് തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഇന്ന് ഒരു ശതമാനം പോലും ഒരു അറസ്റ്റിന്റെ സാധ്യത, ഒരു കേസെടുക്കുന്ന സാധ്യത പ്രതീക്ഷിച്ചല്ല ഷൈൻ ടോം ചാക്കോ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ എന്താണ് കുറ്റം, എന്ത് ചെയ്യാനാകും പോലീസിനെന്നായിരുന്നു ഷൈനെ പിന്തുണച്ചവരുടെയും പല അഭിഭാഷകരുടെയും ഇന്നലെ വൈകുന്നേരം വരെയുള്ള ചോദ്യങ്ങൾ. ഇന്നും അഭിഭാഷകനൊപ്പം എത്തുമ്പോൾ അതേ ആത്മവിശ്വാസത്തിലായിരുന്നു ഷൈൻ ടോം ചാക്കോ. പക്ഷേ 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ പിന്നിടുമ്പോൾ അദ്ദേഹത്തിന് വലിയ ക്ഷീണം അനുഭവപ്പെട്ടു. അതിനുശേഷം സ്വാഭാവികമായൊരു വൈദ്യപരിശോധന നടത്തുമെന്ന് പ്രതീക്ഷിച്ചെടുത്തുവെന്നാണ് ഇപ്പോൾ അറസ്റ്റിന് ശേഷമുള്ള വൈദ്യപരിശോധനയിലേക്ക് പോവുക. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്നലെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പറഞ്ഞത് പോലീസ് ഈ കേസ് എന്നൊക്കെ പറയുന്ന ഓലപ്പാമ്പാണ്, 10 കൊല്ലമായി കേസ് നടത്തിയ പരിചയമുണ്ടെന്നാണ്. ഇപ്പോൾ അടുത്തൊരു കേസ് കൂടി നടത്താനുള്ള സാഹചര്യം കൂടി വന്നിരിക്കുന്നു. ഗോകുൽ, അതൊരു ആത്മവിശ്വാസത്തിന്റെ പുറത്തായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അതായത് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇതിൽ കേസൊന്നും ആയിട്ടില്ല, കേസ് എങ്ങനെ എടുക്കാനാണെന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിരുന്നു. ഷൈന്റെ നിയമോപദേശവും അല്ലെങ്കിൽ ഷൈൻ ലഭിച്ച നിയമോപദേശവും അത്തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ നിലവിൽ പോലീസിന്റെ വളരെ ക്ലിനിക്കലായിട്ടുള്ള ഒരു മൂവ്, ആ പശ്ചാത്തലത്തിലാണ് ഈ കേസും അറസ്റ്റുമുള്ള നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കേസ് NDPS ആക്ട് 27-29 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ പോലീസിന്റെ പക്കൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ബാക്കി, അതായത് തുടർ വകുപ്പുകൾ ചുമത്തണമോ എന്ന കാര്യത്തിലൊക്കെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ, അഥവാ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യം പോസിറ്റീവായി കഴിഞ്ഞാൽ ആ വകുപ്പൊക്കെ, ഗുരുതരമായ വകുപ്പുകളൊക്കെ ചുമത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പരിശോധനകൾ നടത്താത്തത് ഷൈന് അനുകൂലമായി കോടതിയിൽ വിധി വരുന്നതിന് കാരണമായി എന്നാണ് നേരത്തെ കോടതിയിൽ നിന്നടക്കം വിമർശനമായിരുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഞങ്ങൾ വളരെ പൂർണ്ണ സജ്ജമായി ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്ന ആത്മവിശ്വാസം രാവിലെ മുതൽ തന്നെ പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. നമ്മൾ രാവിലെ പറഞ്ഞതാണ് ഷൈൻ ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നില്ല എന്ന ആദ്യഘട്ടത്തിൽ. അയാൾ പറഞ്ഞ കാര്യങ്ങൾ പലതും കള്ളമായിരുന്നു. ഇപ്പോൾ ഗുണ്ടകളെ പേടിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളത് ഷൈന്റെ വെർഷനാണെന്ന് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു. പോലീസ് അതിലൊന്നും ഒരു വിശ്വാസത്തിലും എടുത്തില്ല. ഏറ്റവും ഒടുവിൽ സജീറിന്റെ കാര്യം പോലും പറഞ്ഞപ്പോൾ അത് നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഞങ്ങളുടെ പക്കൽ ഈ തെളിവുകളൊക്കെ ഉണ്ട്, നിങ്ങൾ പറഞ്ഞതെല്ലാം നുണയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ മറ്റു മറുപടികളൊന്നുമില്ലാതെ അതെല്ലാം സമ്മതിക്കേണ്ടി വരികയായിരുന്നു ഷൈൻ ടോം ചാക്കോക്ക്. അങ്ങനെയാണ് ഈ കേസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇനി ഇപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത നടപടി ഒരുപക്ഷെ ഈ വകുപ്പുകൾ പ്രകാരം 1 വർഷവും 6 മാസവും ഒക്കെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ജാമ്യം ലഭിക്കും. കോടതിയിൽ കൊടുക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം ഇത് ഇത്രയും വിവാദമായൊരു കേസ്, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിയാണ്. നേരത്തെ ഈ ഓം പ്രകാശുമായി ബന്ധപ്പെട്ട കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന ഒരു കേസായിരുന്നു. അതായത് 0.20 mm കൊക്കൈൻ എന്തോ കിട്ടിയെന്നായിരുന്നു ആ FIR ഉണ്ടായിരുന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കേസാണ്. പക്ഷേ അത് വിവാദമായ പശ്ചാത്തലത്തിലാണ് കോടതിയിലേക്ക് എത്തിയത്. കോടതിയിലേക്ക് എത്തിയ ഘട്ടത്തിൽ അവർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. അപ്പോൾ സമാനമായ നിലപാടായിരിക്കും ഈ വിഷയത്തിലും പോലീസ് സ്വീകരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ പുറത്തിറക്കും എന്നാണ് മനസ്സിലാകുന്നത്. അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അതിന്റെ സാങ്കേതിക പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും പുറത്തിറക്കുക. ഈ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്താനുള്ളത് ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ്. ഷൈന്റെ കൺസേൺ അതിന് വേണമെന്നാണ് അതിന്റെ നിയമവശം കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ കേസുള്ള പശ്ചാത്തലത്തിൽ അതത്ര ദുഷ്കരമാകില്ല പോലീസിനെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ പോലീസ് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യവും. സാമ്പത്തിക ഇടപാടുകൾ, അതായത് ലഹരിക്ക് ഫണ്ട് ചെയ്തു അല്ലെങ്കിൽ ലഹരി ഇടപാട് നടത്തുന്ന ഡ്രഗ് പെഡ്ലറുമായി ഷൈനുള്ള ഇടപാടുകൾ, അയാളുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഷൈന് തിരിച്ചടിയായതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പോലീസ് അത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഷൈനെ പൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൂടി
ഷൈൻ ഇവിടെ നിന്ന് സുഗമമായി, അതായത് ഒരു ചോദ്യം ചെയ്യൽ മാത്രം നടത്തി പുറത്തേക്ക് പോയാൽ വലിയ വിമർശനങ്ങളൊക്കെ ഷൈൻ ഉണ്ടാകും. ഇന്നലെ അടക്കം അത്തരത്തിൽ വിമർശനങ്ങളൊക്കെ പോലീസ് ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന നിലപാടിൽ ഉയർന്നിരുന്നു. ഷൈനെ പോലീസ് സംരക്ഷിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഷൈനെ പൂട്ടാൻ ഒരു തീരുമാനത്തിലേക്ക് കേരള പോലീസ് എത്തിയത്. അതവർ വളരെ കൃത്യമായി, വളരെ ക്രിസ്റ്റൽ ക്ലിയറായി നടത്തിയിരിക്കുന്നു. തീർച്ചയായും അത്തരത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് ഈ അറസ്റ്റിലേക്ക് പോകുന്നത്. പക്ഷേ ഇനി വേണ്ടത് ശാസ്ത്രീയമായ തെളിവുകളാണ്. ഇല്ലെങ്കിൽ പഴയ കൊക്കൈൻ കേസിന്റെ അവസ്ഥ തന്നെയാകുമോ എന്ന ആശങ്കയും പലരും ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് അടക്കം നടത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനാണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ നീക്കം.